അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിലായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, ഏറ്റവും പുണ്യമർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമം അതർത്ഥമാക്കുന്നത് അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അതോടൊപ്പം സമാധാനം നൽകുന്നവനാണ്, അവൻ സുരക്ഷിതത്വം നൽകുന്നവനാണ്. അസ്സലാം എന്ന നാമത്തിൻ്റെ അർത്ഥം നിർഭയത്വമുള്ളവൻ, അതുപോലെ തന്നെ സമാധാനമുള്ളവൻ, സുരക്ഷിതത്വമുള്ളവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷിതത്വം നൽകുന്നവനും അള്ളാഹുവാണ്, സമാധാനം നൽകുന്നവനും അള്ളാഹുവാണ്, അതുപോലെ തന്നെ നിർഭയത്വം നൽകുന്നവനും അള്ളാഹു മാത്രമാണ് എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നിർഭയത്വമുള്ളവനാണ്, അള്ളാഹു സമാധാനമടഞ്ഞവനാണ്, അള്ളാഹു സർവ സംരക്ഷകനാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും നിർഭയത്വമുള്ളവനും അതുപോലെ തന്നെ സമാധാനം നൽകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നത് നമ്മൾ തിരിച്ചറിയുക. അസ്സലാം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന നാമം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് സൂറത്തുൽ ഹശ്റിൻ്റെ 23-ാമത്തെ ആയത്താണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ എന്ന് പറയുന്ന ആ ആയത്ത്, അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങൾ പഠിപ്പിക്കുന്ന ആയത്തിലാണ് അസ്സലാം എന്ന നാമം പരിചയപ്പെടുത്തുന്നത്. അസ്സലാം എന്ന നാമം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സംരക്ഷണം നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ് എന്ന അർത്ഥങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനവും ഒരു പ്രത്യേകമായ ഒരു ഫളലും നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രം കിട്ടിയ ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുന്ന മറുപടി, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹുവാണ് സലാം, അവനാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, അവനാണ് അസ്സലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രല്ല ബാക്കി പറഞ്ഞു, വഅല ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ. സമാധാനത്തിൻ്റെ കേന്ദ്രം അള്ളാഹുവാണ്, അതുകൊണ്ട് ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ. തീർന്നില്ല, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബിയെ താങ്കൾക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് ഇന്നല്ലാഹ ഹുവസ്സലാം എന്നാണ്. അള്ളാഹുവാണ് സലാം, അസ്സലാമായവൻ, സമാധാനം നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ, സുരക്ഷിതത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള ധാരാളം വിശാലമായ അർത്ഥങ്ങൾ നിറഞ്ഞുകൊള്ളുന്ന ഒരു നാമമാണ് അസ്സലാം എന്നുള്ളത്. നമുക്കറിയാം, നിസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം പ്രവാചകൻ പഠിപ്പിച്ച ചില പ്രത്യേകമായ ദിക്റുകളും ദുആകളുമായി കൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, സലാം വീട്ടിയ ഉടൻ എന്താ നമ്മൾ ചെയ്യുക? 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയല്ലേ. അസ്തഗ്ഫിറുല്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ആദർശമാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നമ്മളെന്താ പറയുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, നീയാണ് സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ എന്നൊക്കെ പറയുന്നുണ്ട്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം ലഭിക്കേണ്ടത്, ശാന്തി ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് ആശ്വാസം ലഭിക്കേണ്ടത്,
സംരക്ഷണം ലഭിക്കേണ്ടത് നിന്നിൽ നിന്നാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നും പ്രഖ്യാപിക്കാൻ. അപ്പോൾ ആ അള്ളാഹു അസ്സലാം, സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സലാം പറയുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന സലാം ഇസ്മും മിൻ അസ്മാ ഇല്ല. അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഅഫ്ഷു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാം എന്ന ആ ഒരു നാമത്തെ വ്യാപിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വ്യാപിപ്പിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളവരാണ്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നമ്മൾ ആവശ്യക്കാരനാണ്. അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമുള്ളവരാണ്, നിർഭയത്വം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. അസ്സലാമായ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആ സമാധാനവും നിർഭയത്വവും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയും തേട്ടവും നമുക്കുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക എന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെല്ലുമായിരുന്നു. മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലും. സാധാരണ ഒരാൾ മാർക്കറ്റിൽ ചെല്ലുന്നത് എന്തിനാ? ഭക്ഷണം വാങ്ങാൻ, അല്ലെങ്കിൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ വില പറഞ്ഞ് മേടിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരാൾ മാർക്കറ്റിൽ പോകുന്നത് അല്ലേ. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോകുന്നത് സാധനം വാങ്ങാനോ അല്ലെങ്കിൽ വില പേശാനോ അല്ലെങ്കിൽ സാധനങ്ങൾ കച്ചവടം ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്? കച്ചവടം ചെയ്യാനല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല എങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ധാരാളം ആളുകൾ അവിടെയുണ്ട്. അവർക്കിടയിൽ സലാം വ്യാപിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവനാണ്. ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിത്തീരുവാനും പരസ്പരമുള്ള സലാം വ്യാപിപ്പിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ സലാം പരസ്പരം വ്യാപിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തഹിയ്യത്ത് നടത്തുക, അസ്സലാമു അലൈക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനാ രൂപത്തിൽ തന്നെ പറയാൻ ശ്രമിക്കണം. സാധാരണ ചില ആളുകൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ലാഘവത്തോടുകൂടി അസ്സലാമു അലൈക്കും പറഞ്ഞു പോകുന്നതുണ്ട്. എന്നാൽ ഇതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉരുവിടുന്നത്. ആ പ്രാർത്ഥന മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി സലാം പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവന് 10 നന്മയെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുകൂടി പറഞ്ഞാൽ അവന് 20 നന്മയെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അവന് 30 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പൂർണ്ണമായി കൂടുതൽ നന്മ കരസ്ഥമാക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തന്നെ തൻ്റെ ഒരു മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പരിശ്രമിക്കണം എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി വിശുദ്ധ ഖുർആനിൽ നമ്മൾ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. യഹ്യാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്, ജനിച്ച ദിവസം, മരണപ്പെടുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്ന് സലാം ലഭിക്കും, നിർഭയത്വം ലഭിക്കും, ശാന്തി ലഭിക്കും. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വസലാമുൻ അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്നൊക്കെ സലാമാണ്.
ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ജനനം ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളും ഒന്നേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിർഭയത്വം ലഭിച്ചാൽ, സമാധാനം ലഭിച്ചാൽ, ശാന്തി ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അവർക്ക് ലഭിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ സമാധാനം ലഭിക്കണം. അതിലേറ്റവും പ്രധാനം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം. അന്ന് ഭീതിയുടെ ദിവസമാണ്. ആരെങ്ങോട്ട് എന്നറിയില്ല. കത്തിജ്വലിക്കുന്ന സൂര്യൻ തൻ്റെ മുകളിലുണ്ടാകും. വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീരാ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഭീതിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ സമാധാനം ലഭിക്കുക എന്നത് എത്ര വലിയ കാര്യമാണ്. ആ ഒരു സമാധാനത്തിന് വേണ്ടി അസ്സലാമായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈ ഒരു അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയം. അള്ളാഹുവിനോട് ഈ സന്ദർഭങ്ങളിൽ നിർഭയത്വം ലഭിക്കാൻ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും ശത്രുക്കളിൽ നിന്നുള്ള നിർഭയത്വം, അതോടൊപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത് അവിടെ ഈ നിർഭയത്വത്തോടുകൂടി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശ്രമമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പരിശ്രമിക്കുക എന്നത് ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നത് പരിശ്രമമാണ്. പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി അസ്സലാമായ, സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, സംരക്ഷണം നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആ റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി, അസ്സലാമായ റബ്ബിനെ മനസ്സിലാക്കി, അവൻ്റെ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന, പ്രത്യേകമായി കൊണ്ട് അള്ളാഹു വർഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.